ജനവിധി മാനിക്കുക എന്നുള്ളൊരു മര്യാദയാണ്. ഈ 2.5 കൊല്ലം കൊണ്ട് നമ്മുടെ പ്രിയങ്കനായ MLAക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പരാതി എനിക്കുണ്ട്. ഒരു മൗലവിയും എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു റാസ്കലും ഇവർ രണ്ടും കൂടെ ഇറങ്ങി ഞാൻ മുസ്ലിം വിരുദ്ധനാണെന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തി ഭയങ്കരമായിട്ട്. ഞാൻ മൈൻഡ് ചെയ്തില്ല, കാരണം ഈരാറ്റുപേട്ടക്കാർക്ക് എന്നെ അറിയാമല്ലോ. പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? എനിക്ക് പറ്റിയത് അബദ്ധം അവിടെയാണ്. ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് മോദി എന്ന് പറയുന്ന ഒരാൾക്കേ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നമസ്കാരം, ടോക്ക് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് പൂഞ്ഞാർ മുൻ MLA ആയിരുന്ന PC ജോർജാണ് നമ്മളൊപ്പം ഉള്ളത്. സ്വാഗതം. നമസ്കാരം. നമസ്കാരം സാർ, 2016 തെരഞ്ഞെടുപ്പ് കാലത്ത് സാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഞാൻ കണ്ട സോഷ്യൽ മീഡിയയിലടക്കം കണ്ട ചില വാചകങ്ങൾ പൂഞ്ഞാർ സിംഹം, പൂഞ്ഞാർ പുലി, പൂഞ്ഞാർ ആശാൻ, അങ്ങനെ കുറേ പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം സാർ അല്പം സൈലൻ്റായി പോവുകയാണെങ്കിൽ? സൈലൻ്റ് ആയില്ല, കാരണം ജനവിധി മാനിക്കുക എന്നുള്ളൊരു മര്യാദയാണ്. ഞാൻ അത് പറയാൻ കാരണം, ഞാൻ MLA ആയിട്ട് 7 പ്രാവശ്യം ജനപ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. എൻ്റെ അനുഭവം 80 ജയിച്ച് അന്ന് മുതൽ തോക്കുന്ന എൻ്റെ പുറകെ പാരയാണ് ജോലി. നാടിന് നഷ്ടം, എനിക്കല്ല നഷ്ടം ഉണ്ടാകുന്നത്. ആ നഷ്ടം എനിക്ക് അനുഭവപ്പെട്ട നഷ്ടം. ഞാനന്ന് ഒരു കാര്യം ചെയ്യണമെങ്കിൽ 10 മീറ്റർ ചാടണമെങ്കിൽ 20 മീറ്റർ ചാടണം. 10 മീറ്റർ പുറകോട്ട് വലിക്കും, അപ്പോൾ 10 മീറ്റർ മുന്നേ ചെല്ലിഞ്ഞ് അത്രയും വിഷമിച്ചിട്ടുണ്ട്. ആ ഒരു ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ട്. നാടിനോടാണ് എനിക്ക് സ്നേഹം, ഞാൻ വ്യക്തിയല്ല കാണുന്നത്. ആ നാടിന് നന്മ ചെയ്യാൻ വേണ്ടി ജനം വിശ്വാസത്തിൽ എടുത്ത് ഒരാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരിക്കുക. എന്നെ തോപ്പിച്ച് എനിക്ക് ഒരു വിരോധമില്ല, കാരണം എന്നെ തോപ്പിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം തോറ്റ കാരണം. ഒരു വർഗീയത നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ അപ്പുറത്തായിട്ട് കടന്നു വന്നുകൊണ്ടാണ് ഞാൻ തോക്കാൻ കാരണം. എനിക്കതിലൊരു വിരോധമില്ല, കാരണം ഞാനത് തോക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നതാണ്. പക്ഷേ ഞാൻ ജയിച്ചു കഴിഞ്ഞ് ഇന്ന് വരെ എന്നെ തോപ്പിച്ചയാളെന്നുള്ള ശത്രുതാമനത്തോട് ഞാൻ അയാളെ കണ്ടിട്ടില്ല, കാണുകയില്ല. പൂഞ്ഞാറിലെ MLA ആരാണോ ആ വ്യക്തി നമ്മുടെ നാടിൻ്റെ പ്രതിനിധിയായിട്ട് തന്നെ ഞാൻ കാണുന്നത്. ഒരു സ്ഥലത്തും ഞാൻ എതിർക്കാറില്ല. എന്നെ പലരും എന്നോട് പല അഭിപ്രായം ചോദിക്കാറുണ്ട്. ഞാൻ സോറി, ഞാനില്ല എന്ന് പറയും. പക്ഷേ തിരിച്ചങ്ങനെയാണോ? തിരിച്ചങ്ങനെയല്ല എന്ന് പരാതി എനിക്കുണ്ടോ? പക്ഷേ ഞാൻ പരാതി പറയുന്നില്ല, കാരണം എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നാട്ടിൽ നടക്കട്ടെ. ഇതൊന്നും നടക്കുന്ന എനിക്ക് ഇപ്പം 2.5 കൊല്ലം കഴിഞ്ഞു. ഈ 2.5 കൊല്ലം കൊണ്ട് നമ്മുടെ പ്രിയങ്കനായ MLAക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പരാതി എനിക്കുണ്ട്. പക്ഷെ ഞാനത് പറയുകയില്ല. ഞാൻ പറയാത്ത കാരണം പറഞ്ഞാൽ പിന്നെ എല്ലാവരും ഏറ്റെടുക്കും. എന്തിന് ഞാൻ കാരണം MLA അപമാനിക്കണം? ഞാനില്ല. പക്ഷെ എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്, സ്വല്പം കൂടി MLA നാടിൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്നൊരു അഭിപ്രായമുണ്ട്. ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ഇപ്പം ഈ മരിച്ചടക്കിന് മുഴുവൻ പോകുന്നു എല്ലാവരും, രാഷ്ട്രീയക്കാരൊക്കെ. എന്താ കാര്യം? ഒരു പൗരൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുക ചെയ്യുന്നത്, അല്ലാതെ ആ മരിച്ചയാളെ ബഹുമാനിക്കുക. അങ്ങനെ നമ്മളിൽ നിന്ന് വിട്ടു പോവുക, അങ്ങനെ ഒരു ബഹുമാനം കൊടുത്ത് അവർക്കൊരു ധാർമ്മികമായ മര്യാദയാണ്. ഒരു കല്യാണം ചെന്നില്ല, പിന്നെ ചെന്നാലും മതി. പിന്നെ മക്കളെ വരാൻ പറ്റുക, അത് കെട്ടിപ്പിടിച്ച് സ്നേഹം പറയാൻ തീരും. പക്ഷെ മരിച്ചടക്കതല്ല, ആ അടക്കിന് മുമ്പ് തന്നെ ചെന്ന് യാത്രയിൽ കൂടുക. ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുപ്രവർത്തകരായ എല്ലാവരും ശ്രദ്ധിക്കുക. MLA മാത്രമല്ല, പൊതുപ്രവർത്തകരെ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് അഭിപ്രായക്കാരനാണ്. ഈ കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ 27,000-ലധികം വോട്ടിന് 27,815 ജയിച്ചു. പക്ഷേ അതിനുശേഷം അടുത്ത തെരഞ്ഞെടുപ്പ് താങ്കൾ പരാജയപ്പെടുകയും ചെയ്തു. അപ്പം അത്ര ഒരു വലിയ വിജയം നേടുമെങ്കിലും ആ പരാജയത്തെ അതേ രീതിയിൽ തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. കാരണം സാധിച്ചെന്നുള്ള തെളിവാണ്. ഞാൻ വളരെ സന്തോഷമാണല്ലേ ഒരു കാര്യത്തിൽ ഇടപെടാം. ഞാൻ ആകെപ്പാടെ ഒരു മീറ്റിങ്ങിന് നിർബന്ധിച്ചിട്ട്, അതായത് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ നമ്മുടെ MLA ഉദ്ഘാടനം ചെയ്ത സ്ഥാപനം എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. ഉദാഹരണം നമുക്കറിയാം, ഈ നമ്മുടെ ഫയർ സ്റ്റേഷൻ ഞാൻ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടിക്കുകയായിരുന്നു. എത്ര റോഡുകൾ, അതെല്ലാം ഇപ്പോൾ അദ്ദേഹം ഉദ്ഘാടിക്കണോ? അങ്ങനെയെങ്കിലും ഉദ്ഘാടിക്കട്ടെ. ആ മുണ്ടക്കയം വില്ലേജ് ഓഫീസ് ടെൻഡർ ചെയ്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ തോക്കുന്നത്. അത് പണിത് വെച്ച് കണ്ട് എനിക്ക് സങ്കടം തോന്നി. ഞാൻ മിണ്ടിയില്ല, എനിക്ക് പരാതിയുണ്ട്. അതൊക്കെ ഇടത്തട്ടുകാർ തട്ടിക്കൊണ്ടുപോയി, ആര് തട്ടി എന്ന് എനിക്കറിയത്തില്ല. ആരുടെ ബില്ല് ആരോടും ഉന്നയിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ റോഡിൻ്റെ പണി ഞാൻ അത് ഉദാഹരണം പറഞ്ഞാണ്. ഭരണങ്ങാനം അരുവിത്തറ റോഡും വലിയ വർക്കായിരുന്നു, വലിയ കോടികളുടെ പണിയാണ്. പണി ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ഇലക്ഷൻ വരുന്നത് ഞാൻ തോക്കുന്നത്. ആ 1 കിലോമീറ്ററുടെ റോഡും അതിന് ശേഷമുള്ള അരുവിത്തറുള്ള റോഡും കൂടെ കാണാൻ നോക്കിയാൽ മതി, അപ്പോൾ അതിന് വ്യത്യാസം മനസ്സിലാവും. താങ്കളുടെ പേരിൽ ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും വന്ന റോഡ് വാഗമൺ റോഡാണ്. താങ്കൾ എത്രയും കാലം നിന്നിട്ട് പോലും അതൊന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അത് മനസാക്ഷിയുള്ളവർക്ക് പറയാൻ കഴിയില്ല. കാരണം ഈരാറ്റുപേട്ട വാഗമൺ റോഡ് 28 കിലോമീറ്റർ മിച്ചമാണ്. അതിന് 64 കോടി രൂപ ബഡ്ജറ്റ് കൊള്ളിച്ച് മന്ത്രിതല നമ്മുടെ മന്ത്രി സുധാകരൻ, അദ്ദേഹം വലിയ മാന്യനായ ഒരു മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കമ്മിറ്റി വിളിച്ചുകൂട്ടി, ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൂട്ടി ടെൻഡർ ചെയ്യാൻ നടപടിയായി. ടെൻഡർ നടപടിയിലേക്ക് പോയപ്പോൾ അതിനിട്ട് സ്റ്റേ ആയി. സ്ഥലം എടുക്കണ്ടേ?
അത് കഴിഞ്ഞ് കൃത്യം ആ ഉള്ള വീതിക്ക് ടെൻഡർ ചെയ്യാൻ വേണ്ടി ഒരു 19,90,00,000 രൂപ അനുവദിച്ച് ടെൻഡർ ചെയ്തു. ആ ടെൻഡർ നടപടിയെയും സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ചെയ്ത് ഇന്നിപ്പോൾ സ്വർഗത്തിൽ പോയിരിക്കുക. ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ബന്ധുവെച്ച്, അതായത് ഇവിടുത്തെ ഒരു പാർട്ടിയുടെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു, അയാളാണ് ഈ സ്റ്റേ ചെയ്യിക്കുന്നത്. ഹൈക്കോടതി പോയി അയാളിപ്പം സ്വർഗത്ത് പോയതുകൊണ്ട് അയാളെ പറ്റി ഇനി മിണ്ടുന്നില്ലേ. പക്ഷേ അത് ആ വർക്കെല്ലാം നടന്നിട്ടില്ല ഇപ്പോഴും. അന്ന് ഞാൻ 64 കോടി രൂപ 64 കോടി രൂപ ചെലവഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ എസ്റ്റിമേറ്റ് ഇപ്പോഴും നിൽക്കുക. അപ്പോഴേ അതും പണി നടന്നിട്ടില്ല. ഇപ്പോൾ അടുത്ത് കേട്ടോളൂ, നമ്മുടെ ഈ മുണ്ടക്കയം വാഗം റോഡുണ്ട്, 35 കോടി രൂപ ടെൻഡർ ചെയ്ത് പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ തോറ്റത്. ഇപ്പോഴും ആ പണി അതായത് ചെറുതായിട്ടൊക്കെ ആണെങ്കിൽ ചുമ്മാ മൂടിപ്പോകുന്നുള്ളൂ. അത് വർക്ക് ചെയ്യാൻ സമയം കഴിഞ്ഞില്ലേ. അങ്ങനെ എത്രയോ വർക്കുകൾ. ഞാനിതൊന്നും പരാതി പറയാനില്ല. ഞാൻ ജോസഫോട് പറഞ്ഞല്ലോ, ഞാനില്ല ആരെയും ചെറുതാക്കാനോ വലുതാക്കാനോ എന്നിലൂടെ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ആകെപ്പാടെ ഈ MLA വന്നതിന് ശേഷം ഒരു ജോലി മാത്രമേ ഞാൻ ഇടപെടേണ്ടി വന്നു. ഈ റോഡ് വർക്കൊന്നും സാമാന്യ മര്യാദയ്ക്ക് ഇതുണ്ടാക്കിയവനെ ഇപ്പം ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനം എന്നെ വിളിച്ചാൽ ഞാൻ അവിടെ ചെന്ന് MLA കുറ്റം പറയില്ലല്ലോ. അയാൾ എന്നെ വിളിച്ചാൽ പോരെ, എന്നെ വിളിക്കുന്നില്ല, വേണ്ട. വിളിക്കാതിരിക്കും പരാതിയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നിർബന്ധമായിട്ട് വിളിക്കാൻ ഉദ്യോഗസ്ഥന്മാർ വന്നു. വിളിക്കണം, ഞാൻ ആഗ്രഹമുണ്ട്, സമ്മതിക്കുന്നില്ല, ഞാൻ വേണ്ട വിളിക്കണ്ടെന്ന് പറയും, കുഴപ്പമില്ലല്ലോ. അങ്ങനെ എത്രയോ കാര്യങ്ങൾ ഈ രാജ്യത്തോടെ എല്ലാ പുസ്തകവും നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ലേ, ഞാനെല്ലാം മിണ്ടുന്നുണ്ടോ. പക്ഷേ ഒരു കാര്യം അവിടുത്തെ മാത്രം, ഞാൻ ഈ പാതാമ്പട റോഡിൽ മാത്രം അവിടുത്തെ ഞാൻ പോകേണ്ടി വന്നു. നമ്മുടെ പൂഞ്ഞാറത്തേക്കര പഞ്ചായത്ത് പ്രസിഡൻറ്റും അവിടുത്തെ മെമ്പർമാരും കൂടെ വന്ന് എന്നോട് പറഞ്ഞാൽ റോഡൊന്ന് ഉദ്ഘാടിക്കണം, പാലവും കൂടെ. ഒരു റോഡും പാലവും അത് നാട്ടിൽ നടക്കാത്തൊരു കാര്യം ഞാൻ സാധിച്ചു കൊടുത്താണ്. വലിയ സന്തോഷമായിരുന്നു. ഉദ്ഘാടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഉദ്ഘാടിക്കില്ല, ജോറി എന്ന പ്രസിഡന്റ്, ജോറി ഉദ്ഘാടിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് യോഗ്യനാണ്, ഞാൻ ഒരിക്കലും ഉദ്ഘാടിക്കാൻ വരുന്ന പ്രശ്നമില്ലാന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ ഒരു 80-90 ലക്ഷം കൊടുത്തൊരു റോഡ് ടാർ ചെയ്ത് തീരുന്ന സമയത്ത് ഞാൻ തോക്കുന്നത്. അത് 1.5 കൊല്ലം കഴിയുമ്പോൾ അത് ഉദ്ഘാടിക്കാൻ വന്നു. MLA വല്ല കാര്യമുണ്ടോ, കാര്യം ചിരി വന്നു. നമ്മളെപ്പോഴും ഉദ്ഘാടിച്ചോട്ടെ എന്ന് നമുക്ക് തന്നെ നഷ്ടം. അത് പുള്ളി പറഞ്ഞ് 5 പേര് കൂടി ഉദ്ഘാടനം നാടൻ മുറിച്ച്. അപ്പോഴേക്കും അവിടുത്തെ ആൾക്കാരെല്ലാം വലിയ വഴക്കായി. VCയോട് പറഞ്ഞെന്ന് പറഞ്ഞ് മേള തൊട്ടിപ്പുറത്താണ് ഈ പാലം. അപ്പം ഞാൻ പഞ്ചായത്ത് ദിവസം ഉദ്ഘാടിച്ച് ഞാൻ വരാം. ഞാൻ അവിടെ ചെന്നു. നിരീക്ഷണം ചെല്ലുമ്പം ഈ 5 പേർ ഉദ്ഘാടിച്ച സ്ഥാനത്ത് ഇവിടെ ഒരു 1000 അടുത്ത ആളുകൾ കൂടിയിട്ടുണ്ട്. വലിയ പിന്നെ കപ്പ ബിരിയാണി, പിന്നെ വലിയ ആഘോഷമായിരുന്നു, പായസം. ഞാനവിടെ 5 മിനിറ്റ് പ്രസംഗിച്ചു. കാരണം ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പോയതല്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ വരാതിരുന്ന മനഃപൂർവ്വമല്ല, വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ MLA അല്ലാത്തടത്തോളം ഞാനത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ആശംസയ്ക്ക് എന്നെ വിളിച്ചു എന്നുകൊണ്ട് മാത്രം വന്ന ജോറി ഉദ്ഘാടിക്കും പഞ്ചായത്ത് പ്രസിഡന്റ്, അതുകൊണ്ട് വന്നതാണ്. എല്ലാം നന്മയും നേരുന്നു, നമസ്കാരം. ഞാൻ ഒരു വണ്ടിക്ക് ഒരു സ്ഥലം വിട്ടു. ഞാനെക്കൂടെ ചെയ്യാറില്ല, അതാണ് നല്ലതെന്ന്. എന്തിനാണ് നമ്മുടെ വഴക്കുണ്ടാക്കുന്നത്? ഈ 2021 അത് പരാജയപ്പെട്ടതിൻ്റെ കാരണം താങ്കൾക്ക് ബോധ്യമുണ്ടെന്ന് പറഞ്ഞു. അന്ന് നടത്തിയ ചില പ്രയോഗങ്ങളാണ് അതിന് കാരണമായിരുന്നു. അല്ല, ഞാൻ പ്രത്യേക പ്രയോഗമല്ല. അല്ല, മുമ്പ് താങ്കൾ നടത്തിയ ചില അല്ല അത് പറയാം, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ പറയാം. ആ പ്രയോഗങ്ങളപ്പോൾ ഇപ്പോഴും ഉണ്ടെന്ന് ഉറച്ചു ഞാൻ പറഞ്ഞെല്ലാം സത്യം തെളിഞ്ഞില്ല ഇപ്പോൾ. പക്ഷേ ഒരു പ്രസ് ക്ലബിൽ ഒരു മീറ്റിംഗിൽ താങ്കൾ അത് പിൻവലിക്കുന്നതായിട്ട് പറയുകയും ചെയ്തല്ലോ. ഏതാണെന്നറിഞ്ഞു, പറയാൻ മനസ്സിലാവും. ഇവിടെ ഒരു മൗലവിയും എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു റാസ്കലും, ഇവർ രണ്ടും, ഈ ആ റാസ്കലിൻ്റെ വിരോധം എന്താണെന്നറിയാം. അയാളെ ഒരു കൈക്കൂലി മേടിച്ചു ഒരാളോട്, നാദ് കൺസ്ട്രക്ഷൻ. ഞാൻ കാശ് തിരിച്ചു കൊടുപ്പിച്ചു. അതാണ് എന്നോട് വിരോധം. ഞാൻ പിന്നെ മേലിൽ ഇവിടെ കയറുമ്പോൾ ഇറക്കി വിട്ടു. ഇതൊക്കെ ജനത്തോട് പറയാൻ കൊള്ളൂ. അവൻ കള്ളാ സത്യം ചെയ്തതിൻ്റെ ഖുർആൻ പഠിച്ച് സത്യം പറഞ്ഞ് തന്നെ അപ്പുറം കിടക്കുക. മൗലവി പടക്കം എന്താണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. മൗലി ഈരാറ്റുപേട്ടയ്ക്ക് അപമാനം ഉണ്ടായിരുന്നു. ഒരു ഊമ ബദിര സ്ഥാപനം ഉണ്ടാക്കി, ഞാൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈരാറ്റുപേട്ട മുസ്ലിങ്ങൾ വീട്ടിൽ തന്നെ മൗലവി അതിൻ്റെ ആള്. അവിടുത്തെ ഒരു ഊമ പെൺകുട്ടിയെ എപ്പിടിയാക്കിയാണ്. എന്ത് ചെയ്യാൻ പറ്റും? അയാളെ പിന്നെ സ്നേഹിക്കാൻ പറ്റുമോ? അയാളെ 3-4 കേസുണ്ട്, പെൺ കേസൊക്കെ. ഇത് പുറത്ത് പറഞ്ഞ് ഈരാറ്റുപെട്ടെന്ന നാടിന് നടക്കണം. അവൻ ഞാൻ മിണ്ടാതിരുന്നു. അയാളാണ് മറ്റേ ആ റാസ്കലിന് കൂട്ടുനിന്നു. കേട്ടോ? അപ്പോൾ ഇവർ രണ്ടും കൂടെ ഇറങ്ങി ഞാൻ മുസ്ലിം വിരുദ്ധനാണെന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തി ഭയങ്കരമായിട്ട്. ഞാൻ മൈൻഡ് ചെയ്തില്ല. കാരണം ഈരാറ്റുപേട്ടക്കാർക്ക് എന്നെ അറിയാലോ. പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? എനിക്ക് പറ്റിയ അബദ്ധം അവിടെയാണ്. അത് തന്നെയല്ല, ഞാൻ ഈ തേവരുപാറ റോഡെന്ന് 98 ലക്ഷം രൂപ കൊടുത്ത് ടാർ ചെയ്ത് തീർത്ത റോഡാണ്. ഞാൻ ഉദ്ഘാടനം പോലും ചെയ്തിട്ടില്ല. ആ റോഡിലൂടെ ഞാൻ ജീപ്പിൽ ഇങ്ങനെ സമ്മേളനത്തിന് വോട്ട് ചോദിച്ച് ചെല്ലുമ്പം ഒരു 5-10 എണ്ണം SDP ചിന്താവാ ചീത്ത വിളിക്കുക. ചീത്ത വിളി വളരെ മോശമായിട്ട് ചീത്ത വിളിക്കുക. അപ്പം ഞാൻ നിന്നെ ചീത്ത വിളിക്കാടാ കയറാൻ പറഞ്ഞവന്മാരെന്ന് ഞാൻ പറഞ്ഞതാണ്.
അതിനു മുമ്പ് തന്നെ താങ്കളുടെ സംഭാഷണ വിവാദമായിരുന്നു. അല്ല അത് ഈ സംഭവമാണ് വിവാദമായി പറയാം. അപ്പോൾ ഇമാർ പിന്നെയും പോവാ, ഞാൻ നിന്റെ ഒന്ന് വോട്ട് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഈരാറ്റുപേട്ട അന്നേരം മൈക്രോൺസ് തുടങ്ങി, ഈരാറ്റുപേട്ടക്കാരൻ്റെ വോട്ട് വേണ്ടെന്ന് PCO എന്ന് ഭയങ്കര അനൗൺസ്മെൻറ്റ്. ഞാനിപ്പോൾ നിന്റെ വോട്ട് വേണ്ട എന്ന് പറയുന്ന സൗണ്ടും കേൾപ്പിച്ചോണ്ട് അതാണ് പേട്ടയിൽ നമുക്കിട്ട് പാരയായി മാറിയത്. പക്ഷേ ഇന്നിപ്പോൾ എന്തായി, ഈ പടച്ചോൻ വലിയവനല്ലേ, എന്നെ കൊല്ലാൻ നടന്ന എന്നെ വൃത്തികളേറ്റം പറഞ്ഞ് കൈക്കൂലി കേസിൽ ഞാൻ പിടിച്ച് മര്യാദ കാശ് കൊടുപ്പിച്ച് അവൻ ഇത്രയും പേര് പറഞ്ഞു. ഞാനിപ്പം മിണ്ടാമേലെന്ന് ഹാർട്ട് അറ്റാക്കും പിടിച്ച് കിടപ്പുണ്ടല്ലോ. ഞാൻ നല്ല ആരോഗ്യം നടക്കുക, ദൈവം ചെയ്യുന്നത് കേട്ടോ. ആ മൗലവി എന്തി, മൗലവിയെ പുറത്താക്കി ലീഗടെ പുറത്താക്കിയപ്പോൾ ലീവ് എടുത്ത് പോയിരിക്കാം മൗലവി. ഞാൻ മൗലവി ആരാന്നും പേട്ടക്കാരൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ PCO മുഴുവൻ ശരിയാന്ന് ഈരാറ്റുപേട്ടക്കാർ അംഗീകരിക്കും, താമസിക്കാതെ ഒരു നിമിഷം വേണ്ട. ഞാൻ ആകെപ്പാടെ ഈരാറ്റുപേട്ടയെ പറ്റി പറഞ്ഞത് എന്താ, തീവ്രവാദികളുടെ ശല്യം ഈരാറ്റുപേട്ടയിലുണ്ട്, സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. തെളിഞ്ഞില്ലിപ്പം ഈരാറ്റുപേട്ടയിൽ ഒരു കൗൺസിലറെ ജയിലിൽ പോയിട്ട് ഇപ്പം SDP തീവ്രവാദിയായിട്ട് അകത്ത് പോയിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല. 9 മാസമായിട്ട് കാണാതിരുന്നപ്പോൾ അവൻ്റെ മെമ്പർഷിപ്പും പോയിട്ട് റീ എലക്ഷൻ നടന്നിപ്പോൾ അടുത്തയാണോ. അപ്പം ഞാൻ പറഞ്ഞത് ശരിയാന്ന് തെളിഞ്ഞില്ലേ. അത് തന്നെയോ 8 കൂടുതൽ ആളുകൾ ഈരാറ്റുപേട്ടൊന്ന് CBI കൊണ്ടുപോയിട്ടുണ്ട്, NIA. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്, അവർ വന്ന് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഇവരിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് പാവങ്ങളെ വിവരമില്ലാത്ത പാവങ്ങളും ഉണ്ട് ഇതിനകത്ത്. അവരിത് തടിയിലൂടെ നസീർ ഉൾപ്പെടെ ഈരാറ്റുപേട്ടം താമസിക്കുക. ഞാൻ പള്ളിയുടെ പേര് പറയുന്നത് എനിക്ക് പള്ളിയിൽ വെച്ച് ഞാൻ കണ്ടത്. ഒരു 2 പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അയാൾ എന്നെ ഫോണിൽ സംസാരിക്കുകയും ചെയ്തു CBIയുടെ സാന്നിധ്യത്തിൽ. അപ്പോൾ അയാളാണ് വാഗമണ്ണി ഈ വെടി തടയെല്ലാം പഠിപ്പിച്ചത് സ്ഥലം. അവിടെ ഈരാറ്റുപേട്ടം കിടപ്പും. ഈളാന്ന് അറസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇവൻ തീവ്രവാദിയെന്ന് എനിക്ക് മനസ്സിലായി. തടീൻ്റെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു പള്ളി മുറ്റത്ത് വെച്ച്. ആ പള്ളിയുടെ പേര് പറയാം, പള്ളി അറിഞ്ഞുകൊണ്ടല്ലോ പിന്നെ പള്ളിയെ കുറ്റപ്പെടുത്തുന്നതിനാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഞാനിത് പറയേണ്ടി വന്നത്. അല്ലാതെ എനിക്ക് ഈരാറ്റുപേട്ടൊക്കെ ഒരു ചത്തുരതയുണ്ടോ, എല്ലാ കാലത്തും എന്നെ സഹായിച്ചുണ്ട്. എന്ന് വെച്ചാൽ ഭൂരിപക്ഷം ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്ന ഈരാറ്റുപേട്ട പഞ്ചായത്തിൻ്റെ 1710 കിട്ടിയിട്ടുള്ളൂ. പക്ഷേ വെച്ചാൽ 290 ഈ 22,000 വോട്ട് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, വലിയ ഭൂരിപക്ഷമൊന്നുമില്ല. പക്ഷേ എപ്പോഴും ചെറിയ ഭൂരിപക്ഷമെങ്കിലും ഈരാറ്റുപേട്ട എനിക്ക് തന്നുകൊണ്ടിരുന്നു എന്നാണ്. അല്ലാതെ ഈരാറ്റുപേട്ടക്കാർ മുഴുവൻ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ന്യായമില്ല. മുസ്ലിം വിരുദ്ധൻ എന്നുള്ള പ്രചരണം വന്നുകൊണ്ട് കേരളം ഈ നിയോജകമണ്ഡലത്തിൽ മൊത്തമായിട്ട് 24,000 മുസ്ലിം വോട്ടുണ്ട്, 10 വോട്ട് പോലും കിട്ടിയില്ല. അല്ല, നിയമസഭയിലേക്ക് ഇനി ഒരു സാധ്യത ഇല്ലെന്ന് കണ്ടുകൊണ്ടാണ് ഇനി പാർലമെന്റിൽ അല്ല ഇപ്പോൾ ഈരാറ്റുപേട്ട ഭൂരിപക്ഷം കഴിഞ്ഞ തവണ എനിക്ക് കിട്ടാതെ ഇതുവരെയും കിട്ടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ ഈരാറ്റുപേട്ട ജയിക്കാൻ പറ്റും. എനിക്ക് യാതൊരു സംശയം വേണ്ട. ഞാൻ പാർലമെന്റിലേക്ക് നിൽക്കണമെന്ന് ഉറപ്പ് നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ലെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പോയിരുന്നു. ഇപ്പം എൻ്റെ മനസ്സിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് മോദി എന്ന് പറയുന്ന ഒരാൾക്കേ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ആളായ. അല്ല, ഒരു കഴിഞ്ഞ സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇല്ല. അതിനുശേഷം അവിടുന്ന് ആ വാദത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തത്. അതായത് സുരേന്ദ്രൻ എന്ന് പറഞ്ഞ് എനിക്ക് ശബരിമല ഇഷ്യൂ ഉണ്ടായപ്പം 2 പെണ്ണുങ്ങളെ കൊണ്ട് പിണറായി തടയാൻ പോയത് ഞാനാണ്. ആ തടഞ്ഞുകൊണ്ട് നിൽക്കുമ്പം പല നേതാക്കന്മാരും വന്ന് ആരും എൻ്റെ അടുത്ത് നിന്നില്ല. അവരെല്ലാം പത്തനംതിട്ട പോയി സത്യാഗ്രഹിക്കുക. സുരേന്ദ്രൻ മാത്രം വന്ന് ചേട്ടാ ഞാൻ നിൽക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് മാറി അവിടെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ കയറി ഒരു ഇടിയും ചായയൊക്കെ അവർ വന്നു. അങ്ങനെ സുരേന്ദ്രൻ സമരം നയിച്ചു. ആ ഒരു ബന്ധം സുരേന്ദ്രനോട് എനിക്കുണ്ട്. ഒരു ദിവസം സുരേന്ദ്രൻ ഇവിടെ വന്ന് ഞാനിവിടെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് എടുത്ത് വന്ന് ചേട്ടാ ഞാൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ എന്നെ സഹായിക്കണം. തീർച്ചയായിട്ടും സഹായിക്കുന്നു. ഞാൻ വീട് കയറാൻ പോയില്ലെങ്കിലും സുരേന്ദ്രനെ സഹായിക്കണമെന്ന് സ്റ്റാൻഡ് തന്നെ പരസ്യമായിട്ട് പറഞ്ഞു. വോട്ട് പിടിക്കാൻ ഇറങ്ങാൻ എനിക്ക് പറ്റുന്ന സാഹചര്യമില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ വേറൊന്നും മിണ്ടാതിരിക്കുക ഇതേ. പക്ഷേ ഇപ്പോൾ അതല്ല പ്രശ്നം. ആ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ. ഇപ്പോഴും ശബരിമല എന്നതാണ്. ഈ ശബരിമല ശബരിമല മണ്ഡലകാലം മുഴുവൻ നശിപ്പിച്ചില്ലേ? എത്ര പേര് മരിച്ചു, എത്ര പാവങ്ങൾ അയ്യപ്പനെ കാണാതെ അയ്യപ്പ ദർശനം ഇല്ലാതെ തിരിച്ചുപോയി. ഈയിടെ ഗതികേടൊക്കെ ഉണ്ടാക്കുന്നത് ശരിയാണോ? അതായത് നാസ്തികൻ്റെ ഗവൺമെൻറ്റാണ് പിണറായിയുടെ ഗവൺമെൻറ്. അയാളുടെ നീതി പ്രതീക്ഷിക്കേണ്ട. അല്ല, കഴിഞ്ഞ തവണ ഞങ്ങൾ പരാജയപ്പെട്ടപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു സെൻറ്റൻസ് പറയുന്നത് പിണറായിസത്തിൻ്റെ ഭാഗമാണ് സംസ്ഥാന സർക്കാരിൻ്റെ 2ാമത് ഭരണം കിട്ടിയതെന്നാണ്. അതെ, നിലവിൽ ആ അഭിപ്രായം ഉണ്ടോ? 100% പിണറായിസമാണ്. അതായത് ഉദാഹരണം പറയാം, ഇവിടെ കേരളത്തിൻ്റെ പ്രത്യേകത LDF UDF ശക്തമാണ്. വേറൊരു മുന്നണിയോടെ കടന്നു വരാൻ അവർ സമ്മതിക്കും. 2 കൂട്ടരും ഒന്നിക്കും. അതിന് എത്ര തെളിവ് വേണമുണ്ടല്ലോ. അപ്പോൾ എന്താ ചെയ്യാമെന്ന് ഇതിനെതിരായിട്ട് ശക്തമായ പ്രചരണ രംഗത്ത് വരണം. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി കയറി വന്നു. എങ്ങനെയാണ് വന്നേ? 2ാം വരവ് പിണറായി പറഞ്ഞ കിറ്റ് കൊടുത്ത
കോവിഡിൻ്റെ കാലം. കോവിഡ് കഴിഞ്ഞ് കിറ്റ് കൊടുത്തു. ഈ കിറ്റ് ആരുടെയാണ്? കിറ്റിനകത്ത് കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് ഔദാര്യം കൊണ്ട് കേരളത്തിന് കൊടുത്തതാണ്. കേരളത്തിലെ ഗതികേട് കണ്ടിട്ട് ആ സാധനം മുഴുവൻ ഒരു സഞ്ചിക്കാക്കി 2-2.5 രൂപയുടെ സഞ്ചി, അതിന് 5 രൂപ വിലയിട്ട് അത് 2.5 രൂപ വെച്ച് മോട്ടിച്ചു. ആ സഞ്ചി കഴിക്കാത്തവർ കിറ്റ് കൊടുത്ത് പിണറായി കിറ്റാന്ന് എല്ലാ വീട്ടിലും പറഞ്ഞു. ആ കിറ്റ് ഗവൺമെൻറ് അല്ലേ ഇത് നിലനിൽക്കും? ഇത് ഈ കളിപ്പിച്ച് വന്ന ഗവൺമെൻറ് അതല്ല. ഇപ്പം എന്നാ മിണ്ടാത്തത്? ഇപ്പം എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്ത പൊസിഷനായല്ലോ. ശമ്പളം കൊടുക്കാൻ കാശില്ലല്ലോ. ആര് കൊടുക്കാൻ? അതായത് ആനുകൂല്യം പ്രഖ്യാപിക്കാം. ഞാനിവിടെ ആനുകൂല്യം പ്രഖ്യാപിക്കും. ഞാൻ പറയാം നാളെ എന്നെ സഭയ്ക്ക് എല്ലാവർക്കും 10,000 രൂപ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തോണം. എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലേ കൊടുക്കാവൂ, ഇല്ലാതെ ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ അപ്പൻ തരുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച അപ്പൻ ഇല്ലാത്ത അപ്പം കൊണ്ടുവന്ന് തരുമോ? അതാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ് വളരെ വ്യക്തമാണ്. നിർമ്മലാ സീതാരാമൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഇത്ര കറക്റ്റാണ്. ഏത് സംസ്ഥാന ഗവൺമെൻറ് ഏത് ആനുകൂല്യം കൊടുക്കാൻ അധികാരമുണ്ടെന്ന് നമുക്ക് ഉത്തരവാദിത്വമില്ല. പക്ഷേ പ്രഖ്യാപിക്കുന്ന ആനുകൂല്യം സ്വന്തം ഫണ്ടിൽ നിന്ന് കൊടുത്തോണം. അത് ന്യായമല്ലേ? പക്ഷേ ഈ നവകേരള സദസ്സ് പൂർണ്ണമായിട്ടും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേന്ദ്രം കൊടുക്കാനുള്ള ഫണ്ടിനെ കുറിച്ചും ഏത് ആർക്കാ കൊടുക്കാനുള്ളത്? സംസ്ഥാന പറയുന്നത് ന്യായം വേണ്ടേ? കേന്ദ്രം കൊടുക്കും. എന്ത് കൊടുക്കാണ്ടെന്ന് പറയട്ടെ ഇവരെ. നിർമ്മലാ സീതാരാമൻ പ്രേമചന്ദ്രൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് കഴിയുമ്പോൾ മിണ്ടാട്ടോ ഇല്ല. ഇപ്പം അത് തന്നെയല്ല നമ്മുടെ ധനകാര്യമന്ത്രി ഇരുത്തിക്കൊണ്ട് നിർമ്മലാ സീതാരാമൻ പത്രസമ്മേളനം നടത്തിയല്ലോ. എന്താ അങ്ങനെ എതിർക്കാഞ്ഞത്? അതായത് എല്ലാ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന മാനദണ്ഡം അനുസരിച്ച് കൊടുക്കേണ്ട പണം മുഴുവൻ കേരളത്തിന് കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് കേരളത്തിന് പ്രത്യേക സാഹചര്യം പട്ടിണിയിലേക്ക് പോകുന്നതുകൊണ്ട് 2000 ചില കോടി രൂപ ഈയിടെ കൊടുത്തു വെറുതെ. അത് മറ്റു സംസ്ഥാനം കൊടുത്തിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഇനി വേണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വേണമെന്ന് പറഞ്ഞാൽ അത് ചുമ്മാ കിട്ടുമോ? അതായത് കേരളത്തിന് കിട്ടേണ്ട സാധനം ഞാൻ ചോദിക്കട്ടെ, എല്ലാം കൈക്കൂലി മാത്രമല്ല ഈ ഗവൺമെൻറ്. വലിയ നമ്മുടെ ഒരു ഉദാഹരണം ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ വരിക. പോർട്ടിൻ്റെ വകുപ്പ് കഴിഞ്ഞ് അവിടെ ഇരുന്നത് രാജിവെച്ചവരെന്തറിയാം, ചാർജ് എടുത്ത് നമ്മുടെ കടന്നപ്പള്ളിയാണ്. ഇതിനു മുമ്പ് കടന്നപ്പള്ളി പോർട്ടിന് മന്ത്രിയാണ്. ഇത്തവണ പോർട്ട് കൊടുത്തില്ല. എന്നാ കാര്യം? 9,000 കോടി രൂപയാണ് പോർട്ടിൻ്റെ പുതിയ പോർട്ടുണ്ടാകാൻ പോവുക. 9,000 കോടി രൂപ. അതിന് കമ്മീഷൻ തന്നെ 90 കോടി ചുമ്മാ കിട്ടും, ഒന്നും കൈക്കൂലി അല്ലാതെ. ബാക്കി കൈക്കൂലി അത് വേറെ ആർക്കും കൊടുക്കണ്ട. അത് കടന്നപ്പള്ളി കൊടുത്തൊക്കെ അല്ല, അത് മുഴുവൻ പിണറായിക്ക് ഇരുന്നോട്ടെ. പിണറായി ആടിലാണ് കൊടുത്ത്. പിണറായിയുടെ ഏറ്റവും വലിയ പിരിവുകാരനാണ് വാസവനാണ് ഏറ്റവും വലിയ നല്ല കച്ചവടക്കാരനാണ്. പുള്ളി ഷാപ്പിൽ കച്ചവടം ചെയ്ത് പഠിച്ചു വന്നവനാണ്. അപ്പോൾ പിന്നെ വാസവൻ മോശം വരും. അതുകൊണ്ട് വാസവൻ ഏൽപ്പിച്ച കച്ചവടം അത് തന്നെ വാസവൻ ഏൽപ്പിച്ചിരിക്കുന്നു പോരെ. അതുകൊണ്ട് വെറും കച്ചവട ഗവൺമെൻറ് അല്ലേ ഇത്. ഇതൊക്കെ എതിരായിട്ട് വർത്താനം ജനം പറയും താമസിക്കാതെ പറയുന്നുണ്ട്. 36 ദിവസം യാത്ര ചെയ്ത് എന്ത് കിട്ടി? പിണറായിയുള്ള അഡ്രസ്സോടെ പോയി കിട്ടി. അതല്ല തന്നെ. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ജനപക്ഷത്തിൻ്റെ കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനിച്ചത് BJPക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും അത് അങ്ങനെ ഒരു ചർച്ചയൊക്കെ നടന്നു. അങ്ങനെ ചർച്ച നടന്നു. പാർട്ടി കമ്മിറ്റി നടന്ന ചർച്ചയിൽ ഒരാൾ പോലും എതിർക്കാതെ എടുത്ത തീരുമാനം BJPയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതിനകത്ത് വേറെ ചില BJP മെമ്പർഷിപ്പ് എടുത്ത് BJP ചേരുന്നത് നല്ലതാണെന്ന് പറഞ്ഞ അഭിപ്രായങ്ങളുമുണ്ട്. അതെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി നമ്മളൊരു 5 അംഗ കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ആ 5 അംഗ കമ്മിറ്റി റിപ്പോർട്ട് ഡിസംബർ അവസാനത്തോട് തരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ കൺവീനറിനോട് പറഞ്ഞ് 2 ആഴ്ചയോടെ പിടിക്കുന്നു. ഒരു ജനുവരി 15 റിപ്പോർട്ട് വരാൻ പറ്റും. ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണോ? അത്രേ ഉള്ളൂ. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സുരേന്ദ്രൻ ബദനോടത്തിൻ്റെ പേരിൽ 19 പേര് CPM ചേർന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു സംസ്ഥാന പാർട്ടിക്ക് അന്ന് 30 പേർക്ക് വേണ്ടി ആരൊക്കെയായിരുന്നു? സംസ്ഥാന പാർട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ മെമ്പർഷിപ്പ് കൗണ്ട് എത്ര വരും? മെമ്പർഷിപ്പ് ഏകദേശം 2-2.5 ലക്ഷം മെമ്പർഷിപ്പ് വരും. അതിനകത്തുനിന്ന് 30 പേര് പറഞ്ഞതിൽ ആരൊക്കെ അത് ഒരു ഇപ്പോൾ പേട്ടെന്ന് 5 പേര് എന്താ ഭയങ്കരം 40,000 ഓട്ടോടത്ത് 5 പേര് അതിനാണ്. ഒന്നും ഒരു ചുക്കുമില്ല. അതൊക്കെ തോന്നല. അതൊന്നും 30 പേരും 50 പേര് ഇങ്ങോട്ട് വരും. മനസ്സിലായില്ല? അതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വങ്ങളുമായിട്ടുള്ള ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. അല്ല, ആ വിഷയം ഞാനിപ്പം നിങ്ങളോട് മാധ്യമങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ കോട്ടയത്തെ പത്രക്കാരോട് ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയങ്ങളൊക്കെ രാഷ്ട്രീയ കാര്യങ്ങളാണ്. ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളോട് പറയും. അതുവരെ അത് പങ്കുവെക്കാൻ ആഗ്രഹിക്കില്ല. ഊഹാപോഹങ്ങൾ താങ്കൾ മത്സരിക്കുന്നത് തന്നെയാണ്. അത് നിങ്ങളെങ്ങനെ തീരുമാനിച്ചു? നിങ്ങളങ്ങനെ പറഞ്ഞു. ഇല്ലെന്നും ഉണ്ടെന്നും പറയാൻ ഞാനില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എടുത്ത തീരുമാനം എന്താ? BJPയോട് സഹകരിക്കുക, BJP ചേരുക. ഈ രണ്ടിൽ ഏതാണ് തീരുമാനം എന്ന് ഒരു 15-ാം തീയതിക്ക് മുമ്പ് പറയാൻ പറ്റിയിട്ടില്ല. ആ തീരുമാനം വരാതെ ഞാൻ മത്സരിക്കില്ലെന്ന് പോലും പറയാൻ എനിക്ക് പറ്റില്ല.
നേരത്തെ കഴിഞ്ഞ ഇതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ സാധാരണ ഏതെങ്കിലും മുന്നണി പ്രവേശമൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഇത്തവണ അതില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഒരു മുന്നണിയുടെ ആവശ്യമില്ല. മുഖ്യമന്ത്രി നടത്തുന്ന നവകേരളത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. എന്നെ വിളിച്ച് ഞാൻ പോയത്, എന്നെ വിളിക്കാതെ പോകാൻ പറ്റുമല്ലോ. കോൺഗ്രസ് സഹകരിക്കേണ്ടതായിരുന്നു. സഹകരിച്ചാൽ ഇയാൾക്ക് രാഷ്ട്രീയം പറയാൻ പറ്റുകയില്ല. ഇയാൾ പറഞ്ഞ രാഷ്ട്രീയം തിരിച്ച് അവിടെ വെച്ച് പറയാമായിരുന്നു. അല്ല, അത് വിളിച്ചാൽ അവിടെ നിന്ന് സംസാരിക്കാൻ അനുമതിയില്ലേ? ഇപ്പോൾ തോമസ് ചാഴിക്കാടൻ പറഞ്ഞത് തോമസ് ചാഴിക്കാടൻ അത് വേറെ കാര്യം. അത് ചാഴികാടനെ പോലല്ല, പ്രതിപക്ഷത്തെ ക്ഷണിച്ച് പ്രതിപക്ഷം ബോയ്ക്കോട്ട് ചെയ്തു. പ്രതിപക്ഷം കൂടെ കൊണ്ടിരുന്നെങ്കിൽ പിണറായിക്ക് ഈ പറയുന്ന കാസർഗോഡ് ഞാൻ അത് കാണിക്കും ഇത് കാണിക്കും കോൺഗ്രസ് ശരിപ്പെടുത്തുന്നൊക്കെ പറയാൻ പറ്റുമോ? ഇന്ദിരാഗാന്ധി സോണിയാഗാന്ധിയും പിന്നെ രാഹുൽ ഗാന്ധി അവർ തെറിയല്ലായിരുന്നു. അത് നടക്കല. പ്രതിപക്ഷം അവിടെ ഇരിക്കുകയല്ലേ, അല്ല പ്രതിപക്ഷം ഉത്തരവാദിത്തപ്പെട്ട ആളവിടെ ഇരിക്കും നടക്കും ഇതുമല്ലോ. അത് പ്രതിപക്ഷം കാണിച്ച് ഏറ്റവും വലിയ അബദ്ധമായി പോയി എന്ന് ഉറച്ച അഭിപ്രായക്കാരൻ. ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് CPM-നൊക്കെ അതപ്പതിച്ചു പോയി. കേരളത്തിൽ കോൺഗ്രസിന് രക്ഷയില്ല, അതെല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി ചല്ലുകൊള്ളാനും മിഴിക്കാനൊന്നും ആരെയും കിട്ടിയില്ല. പാവപ്പെട്ട 2-3 പേര് പോയി കഴിവുടി കാണിക്കുക, അടി മേടിക്കുക. എന്തൊരു നാണം കെട്ടവനായി പിണറായി. 3 പിള്ളേർ വരുന്നതിനെ 3000 പേര് ഒരുമിച്ചിട്ട് അടിക്കുക എന്നൊക്കെ പറഞ്ഞ മര്യാദയാണ്. അവൻ ഓർഡറാണെങ്കിൽ ഓടിക്കോളുകയെ. പിണറായിയുടെ പോലീസുകളിൽ 3000 പോലീസ് കൂട്ടത്തിലുണ്ടായിരുന്നില്ല, അവന്മാർ നോക്കിക്കൊള്ളുകയെ. അതിന് DYFക്കാരനും വേണ്ടി അടുപ്പിച്ച് ചെയ്യാണ്. രക്ഷാപ്രവർത്തനമായിരുന്നു. പാവപ്പെട്ട പിള്ളേരെ എടുത്തിട്ട് പട്ടി തല്ലിയേച്ച് രക്ഷാപ്രവർത്തനമാണെന്ന് ഇടുത്തി വീഴുവൻ്റെയൊക്കെ തലയിൽ അതേ പറയുന്നുള്ളൂ. നവകേരള സദസ്സിൻ്റെ ഇടയ്ക്ക് പറ്റിയ മാധ്യമങ്ങൾ കൂടുതൽ ഇച്ചിരി ഹൈലൈറ്റ് ചെയ്ത വേറെ വാർത്തയായിരുന്നു മറിയക്കുട്ടിയുടെ പ്രസ്താവനയും മറ്റും. മറിയക്കുട്ടിയുടെ പ്രസ്താവന കൊടുത്താൽ എന്നാ തെറ്റിയിരിക്കുന്നു? ഞാൻ പറഞ്ഞത് കോൺഗ്രസിന് പോലും അത് ആ രീതിയിൽ പ്രതികരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതായത് യഥാർത്ഥ പ്രതിപക്ഷം ജോലി ചെയ്യാതിരിക്കുമ്പോൾ ആ പ്രതിപക്ഷത്തിൻ്റെ ഭാഗം അഭിനയിക്കുന്ന ആരാണെങ്കിലും അവർക്ക് അനുകൂലമായി ജനം തിരിയും, മാധ്യമങ്ങൾ തിരിയും. കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ ചേട്ടത്തി വളരെ ആ ചേട്ടത്തി ഇത്രയും വിവരമുള്ള 87 വയസ്സുള്ള ആ സ്ത്രീ ഒരമ്മച്ചിയല്ലേ, എത്ര സ്ട്രോങ് ആയിട്ട് വർത്തമാനം പറഞ്ഞു. ഞാൻ പകുതി സ്ട്രോങ് ആയിട്ട് വർത്തമാനം പറയാൻ കോൺഗ്രസിന് ഏതെങ്കിലും നേതാവുണ്ടോ? ആകെ ഒരു നേതാവുള്ള നമ്മുടെ നമ്മുടെ UN നിന്ന് വന്ന കക്ഷിയാണ് ശശി തരൂർ. അങ്ങനെ ജീവിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ റോഡിലിറങ്ങുന്നവന്മാർക്കെതിരാണ് കോൺഗ്രസ്സുകാർക്ക്. ഇതുപോലെ കോൺഗ്രസ് ഗ്രൂപ്പുകൾ ചെയ്യുന്നതും സാധാ കടയിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കെല്ലാം നിരാശയാണ്. എന്തിനിങ്ങനെ മുകളിൽ കിടന്ന് ഗ്രൂപ്പുകളിലേക്ക് തീർന്നു. ഓൾ ഇന്ത്യ ലോകത്ത് തന്നെ കോൺഗ്രസിന് രക്ഷയില്ല. മോദി ഭരണത്തിനകത്തുനിന്ന് ഇനി ഇന്ത്യയെ മോചിപ്പിച്ചെടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല. ഇന്ത്യ മുന്നണിയൊക്കെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇന്ത്യ മുന്നണി, ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി വേറെ ഇന്ത്യ, അത് കിണ്ടി മാതിരിയായിരിക്കുന്നത്. ഒരു ഗുണമില്ലാത്ത സാധനം. ആ മുന്നണി എവിടെ ഇപ്പം നിതീഷ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥികൾ. എന്നാ ഇന്ത്യ ഇവിടെ കേരളത്തിൽ ഇന്ത്യയില്ല. കേരളത്തിൽ CPM-ഉം കോൺഗ്രസും കൂടെ ഒരുമിച്ചാണ്. ഒരുമിച്ച് വരട്ടെ. ഇമാരെന്തിനാ പാർലമെൻറ്റിലേക്ക് ഒന്നിച്ച് പ്രശ്നിച്ചാൽ എന്തിനാ? പ്രത്യേകിച്ച് CPM കേരളത്തിലല്ല, അവിടത്തും MP-മാരില്ല. ഇവിടെ ആകപ്പാട് ഒരു MP ഉണ്ട്, അത് CPM-ന് അത് വിടുന്ന. കേരളത്തിൽ നിന്ന് ഇനി ഒന്നുകൂടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കോൺഗ്രസ് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോയപ്പോൾ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? വെറുതെ കാശ് കളയാനായിട്ട്. ഞാൻ ഈ മരി കുടിച്ച ആളുകളൊക്കെ നല്ലവണ്ണം അറിയാം. അവർക്ക് ഞാൻ പലരും വിളിക്കുകയും ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മിക്കവാറും എന്നെ വിളിക്കാറുണ്ട്. അവരൊരിക്കലും BJP-യായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നവരല്ല. പക്ഷേ ഈ ഗവൺമെൻറ്റിനെതിരെ ശക്ത നിലപാടാണ് അവരുടെ. അത് ഈ ഇഷ്യൂ മാത്രമല്ല, പല പ്രശ്നത്തിൽ അവർ ഇടപെടുന്നുണ്ടായിരുന്നു അവിടെ. അതിൻ്റെ ഒരു ഭാഗമായി സ്വാഭാവികമായിട്ട് ഈ ഇടതുപക്ഷത്തിനെതിരെയുള്ള കോൺഗ്രസ് പോയിട്ട് കാര്യമില്ലോ. BJP-യിലേക്ക് ഒഴുക്കുണ്ടാവും, സംശയം വല്ലതും ഉണ്ടോ? ഇന്ത്യയുടെ ശക്തനായ പ്രധാനമന്ത്രി ഇരിക്കുന്ന നാടിന് രക്ഷയാണ്, അവിടെ രക്ഷിക്കും എന്ന് ബോധ്യമുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടുണ്ടാവും. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ ഹമാസ് അനുകൂല പ്രകടനമായിട്ട് ഈ UDF-ഉം LDF-ഉം പോയിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ ഇവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിക്ക് എന്നാ ചെയ്യണം? മുസ്ലിം മാത്രമല്ലല്ലോ ന്യൂനപക്ഷം. ആ മുസ്ലിങ്ങളെ മാന്യന്മാരായ മുസ്ലിങ്ങളും ന്യൂനപക്ഷമായ ക്രിസ്ത്യാനിക്കും എന്നാ മാർഗം? ന്യൂനപക്ഷ ക്രിസ്ത്യാനിക്ക് മണിപ്പൂരിൽ സംഭവിച്ചത് അത്ര. ഈ മണിപ്പൂരിൽ എന്നാ പറ്റി? മണിപ്പൂരിൽ എന്നാ സംഭവിച്ചു? ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. ദേവാലയം തകർത്ത് ആരാ തകർത്തത്? ഈയിടെ വിവരക്കിടക്കും പറയും. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ സത്യം പറഞ്ഞ് പഠിച്ചേ. ആ ബോംബെ ആർച്ച് ബിഷപ്പ് വിവരം പറഞ്ഞിട്ടുണ്ട്, എന്താ മിണ്ടാത്തത്? ഇവിടെ പിണറായി വിജയൻ പറയുന്ന ശുദ്ധ അസംബന്ധവും കള്ളം പറഞ്ഞു നടക്കുന്ന ജോലി നിങ്ങളാരും ഏറ്റെടുക്കണ്ട. മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുക എന്താ? കുക്കി വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനി, അത് കുക്കിയിലെ ഒരു ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ്. മൈതേയി വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനി, ഇവർ തമ്മിലാണ് സംഘടനം. എന്നെ ഇടപെടാനാ നീ പറഞ്ഞുതരാം. സർക്കാർ കേന്ദ്രം എന്ത് ചെയ്യും? ആ കാശ്മീരിൽ ആരാ സമാധാനം ഉണ്ടാക്കിയത്? കാശ്മീർ ഇവിടുത്തെ പിള്ളേർ, ഇപ്പോൾ കോളേജ് പിള്ളേർ പെൺപിള്ളേരെല്ലാം ടൂർ വന്ന് കാശ്മീരിലോട്ട്. അതിന് അവിടെ ക്രിസ്ത്യാനിക്ക് ഒരു പള്ളി ഉണ്ടായിട്ട് ആ പള്ളി അടച്ചുപൂട്ടിയിട്ട് 60 കൊല്ലമായി. ഒരച്ഛനുണ്ട്, പാവം മലയാളി അച്ഛൻ. അച്ഛൻ തൊട്ടടുത്ത പള്ളിയില്ല, അടുത്ത വീട്ടിൽ
ഒളിച്ച് താമസിച്ച് കുർബാനയിലുമായിരുന്നു. ആ പള്ളി തുറന്നു കൊടുത്ത് അറിഞ്ഞായിരുന്നു. 60 കൊല്ലം അടച്ചിട്ടുന്ന കാശ്മീരിലെ പള്ളി തുറന്ന് അച്ഛൻ കുർബാനയിലേക്കൊണ്ടിരിക്കുക സുഖമായിട്ട്, ഒരു കുഴപ്പമില്ല. വിശ്വാസം കുർബാന വരുന്നുണ്ട്. ഇത്തവണ തൃശ്ശൂർ സുരേഷ് ഗോപിയോടൊപ്പം പോകുമോ? സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം മോദിജി വന്നുള്ള മീറ്റിംഗ് എന്നെ ഭയങ്കരമായിരുന്നു. ആ വന്നുമ്പോഴും തൃശ്ശൂർക്കാരെന്നല്ല ഞാൻ പറയുന്നത്, സ്ത്രീകളുടെ മാത്രം സമ്മേളനമാണ് നടന്നത്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇത്രയും വലിയ ഒരു 2 ലക്ഷത്തിൽ കൂടുതൽ സ്ത്രീകളെ പങ്കെടുത്ത് യോഗം നടന്നാൽ മതി കേരളത്തിൽ. LDP UDP ചേർന്ന് നടക്കാമല്ലോ, ഭയങ്കരമായി പോയി. അതായത് ജനത്തിൻ്റെ ഒഴുക്കാണ് BJPയിലേക്ക്. എവിടെ ചെന്നാലും ഞാൻ BJPയിലുള്ളതൊന്നാണ് പറയുന്നത്. ഞാൻ ഈ നാട് മുഴുവൻ നടക്കുന്നതല്ലേ, ഒറ്റക്കെട്ടായാലും ഇവന്മാർ രണ്ടും കള്ളന്മാരാണ്. ഈ BJPയെ രക്ഷയുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കുക ജനം. പക്ഷേ BJP സർക്കാർ തന്നെ ഭരണത്തിലിരിക്കുമ്പോൾ പോലും പെട്രോൾ വില, വിലക്കയറ്റം, റബ്ബറിൻ്റെ വില, ഈ വിഷയങ്ങളിലൊന്നും ഒരു ശാശ്വതമായ പരിഹാരം കർഷകർക്ക് സഹായകരമായ നിലപാട് വന്നു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. റബ്ബറിന് 140-150 നിൽക്കുക. അന്താരാഷ്ട്ര മാർക്കറ്റ് തന്നെ വില 125 താഴെയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റ് വിലയില്ലാത്ത സാധനത്തിന് അതുക്കുള്ള വിലയുണ്ടാക്കാൻ പറഞ്ഞാൽ ആരെ കൊണ്ട് പറ്റും? എന്ത് മാനദണ്ഡത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് കാശ് തരുന്നത്? ഇവിടെ നിന്ന് ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ കഴിഞ്ഞ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ എടുത്ത് വായിച്ചു നോക്കി. അതിനകത്ത് 250 രൂപ കൊടുക്കാതെ ഏത് ഗവൺമെൻറ് കൊടുക്കാത്ത? പിണറായി കൊണ്ട് കൊടുക്കട്ടെ, അത് കഴിഞ്ഞാൽ കേന്ദ്രത്തോട് പറയുന്നത്. കേന്ദ്രം ഇറക്കുന്ന നയം ഗാട്ട് എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനേ കേന്ദ്ര ഗവൺമെൻറ് കഴിയൂ. കാരണം മറ്റ് രാജ്യങ്ങൾ നടത്തിയിരിക്കുന്ന ഒരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് ഇപ്പോൾ സാധനങ്ങൾ മുഴുവൻ കയറി പോകുന്നത്. ചൈനയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? ചൈനയായിട്ട് ഇഷ്ടമില്ല നമുക്ക്. ചൈനീസ് സാധനം മുഴുവൻ ഇവിടെ വരുന്നത് എങ്ങനെ? അങ്ങനെയെങ്കിൽ ആ വില കൊണ്ട് കർഷകർക്ക് ആനുപാതികമായ വില, ഉൽപ്പാദന ചെലവിന് ആനുപാതികമായ ബാക്കി പൈസ എങ്ങനെ കൊടുക്കും? കേന്ദ്ര ഗവൺമെൻറ് സമ്പത്ത് മുഴുവൻ റബ്ബർ കൃഷിക്കാർ, ഈ തിരുവിതാംകൂറുള്ള കൃഷിക്കാർക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇന്ത്യ മുഴുവൻ കൊടുക്കണ്ടേ? എല്ലായിടത്തും ഇല്ല. ആസാമിലും എവിടെ? ആസാമിലൊക്കെ അവിടെ എന്തിനാണ് റബ്ബർ വെക്കുന്നത്? 7 കൊല്ലം വേണം മാന്യമായിട്ട് അമ്മ റബ്ബർ വെട്ടിക്കളയാൻ. റബ്ബർ വെട്ടിക്കളഞ്ഞ് റംബുട്ടാൻ വെച്ചവന് 10 ലക്ഷം രൂപ കിട്ടി. 5 ഏക്കറുള്ള വരുന്നത്. ഇവിടെ ഇന്നലെയല്ല മിനിയാനോട് സംസാരിച്ചു, അറിയാമോ? റംബുട്ടാൻ വെച്ചാൽ ഇവന് ഈ റബ്ബറെ തന്നെ ഞാൻ തന്നെ നിർബന്ധം. ഈ കൃത്യാനി നായർ വിളയും മണ്ടത്തരം കൊണ്ട് നടക്കുന്നത്. റബ്ബർ വെട്ടിക്കളോ താങ്കൾ നേരത്തെ ഞാൻ 7 കൊല്ലം നിയമസഭ പ്രസംഗിച്ചതാണ്. ഞാൻ പ്രസംഗിക്കുക മാത്രമല്ല, മനുഷ്യനെ കാണിക്കാൻ വേണ്ടി 5 ഏക്കർ റബ്ബർത്തോട്ടം പൂർണ്ണമായിട്ട് വെട്ടിക്കളഞ്ഞു. ഞാൻ അവിടെ കാട്ടുകിടക്ക അല്ലെ മലവേമ്പാണ് നട്ടിരിക്കുന്നത്. ഒരു മലവേമ്പിന് 12 കൊല്ലം കഴിയുമ്പം ഒരു സംശയം വേണ്ട 19,000 രൂപ കിട്ടും. എത്ര കോടി രൂപ കിട്ടും? കൂട്ടിക്കും. റബ്ബർ വെച്ചിട്ടുണ്ടാ കിട്ടും. ഇത് എന്നെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന തറവാടാണ് കാണുന്നത്. അതിനകത്ത് 5-5 ഏക്കറുണ്ട്. അതിനകത്ത് റബ്ബർ വെട്ടിയിട്ട് 3-ാം പക്കം വെട്ട് 20,000 രൂപ നഷ്ടം ഒരു വർഷം. മനസ്സിലായില്ലേ? കഴപ്പിൻ്റെ സുഖമുണ്ടോ പിന്നെ റബ്ബർ കൊണ്ട് നടക്കാൻ? പറഞ്ഞാൽ മനസ്സിലാക്കാം. റബ്ബറിന്റെ കേസ് അന്താരാഷ്ട്ര വില പറയുമ്പോൾ പെട്രോളിന്റെ കേസ് അന്താരാഷ്ട്ര വില വീണ്ടും കുറഞ്ഞല്ലോ. അത് പക്ഷേ നമുക്ക് ഇത് അതായത് അത് ഈ എണ്ണ കമ്പനി ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതൊക്കെ സാമ്പത്തിക കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു ഇന്ന പെട്രോൾ ഇന്ന രൂപ ഇത്ര രൂപ വില വെച്ച് ഇന്ന സാധനം എന്ന നിലയിൽ ഉള്ള ഡിക്ലറേഷൻ നടത്തി ബഡ്ജറ്റ് കൊണ്ടുവരുന്നത്. ടെന്നിന് വില കുറയുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വില കുറഞ്ഞപ്പോഴത്തേന് ബഡ്ജറ്റ് കംപ്ലീറ്റ് തകർപ്പാറാകും. അപ്പോൾ ആ ബഡ്ജറ്റ് അതേപോലെ നിലനിർത്താതെ മുന്നോട്ട് പോകാൻ പറ്റുമോ ഭരണാധികാരിയൊക്കെ? അതിനുവേണ്ടി അവർ ഏതിനെങ്കിലും വില കൂട്ടേണ്ടി വരും. അങ്ങനെ പെട്രോൾ ഡീസൽ വില എപ്പോഴും വർദ്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അത് കുറയ്ക്കേണ്ടതാണ്. യാതൊരു സംബന്ധിച്ച് കുറയ്ക്കണം തന്നെ ഉറച്ച അഭിപ്രായം എനിക്കുള്ളത്. KG ജോർജ് മരിച്ചപ്പോൾ കെ സുധാകരൻ പറഞ്ഞ മരിച്ച ജോർജ് നല്ല രാഷ്ട്രീയ താങ്കളെ ഉദ്ദേശിച്ചാൽ പറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ സാന്ദർഭമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. കെ സുധാകരൻ്റെ കീഴിൽ കോൺഗ്രസ് മുന്നേറുന്നുണ്ടെന്ന് അങ്ങ് തോന്നുന്നു. കെ സുധാകരനല്ല, ഇനി ദൈവം തമ്പുരാൻ നേരിട്ട് അവതരിപ്പിച്ച് വല്ലതും ചെയ്താലല്ലാതെ കോൺഗ്രസ് രക്ഷിക്കാൻ കഴിയില്ല. എങ്ങനെ രക്ഷപ്പെടാനാണ്? സുധാകരനുള്ളതിൽ ഏറ്റവും മാന്യനായ ഒരു മനുഷ്യന് കോൺഗ്രസിനകത്ത് അങ്ങനെ രോഗിയായി മാറി. വളരെ സത്യസന്ധനും മാന്യനുമാണ് സുധാകരൻ. പക്ഷെ അങ്ങേർക്കും പറ്റുകയില്ല. ഇത് എങ്ങനെ രക്ഷിച്ചെടുക്കാനാണ്? ഇത് വി ഡി സതീശൻ നോക്കി എന്നാ ചെയ്യാനാണ്? വി ഡി സതീശൻ ആ നോർത്ത് പറവൂരെങ്കിലും പിടിച്ചിരിക്കാൻ നോക്കട്ടെ, അതേ ഉള്ളൂ. അല്ല അതിനപ്പുറത്തൊന്നും സതീശനെ കൊണ്ട് പറ്റുകയുണ്ട്. എങ്ങനെ? ആര് വേണ്ടേ? ആൾ വേണ്ടേ? ഓക്കെ, ഇത്രയും നേരം നമ്മളോടൊപ്പം വിവിധ വിഷയങ്ങൾ പങ്കുവച്ചത് ശ്രീ PC ജോർജാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിയുമായി നമുക്ക് കാണാം. നമസ്കാരം. താങ്ക് യു.